സുചേട്ടന് ഞാനിപ്പോ എവിടെ നിക്കണെന്ന് അറിയോ? മനസ്സിലായില്ല. ഒരു 10 വയസ്സുവരെ സ്വപ്നത്തിന് മുന്നില്ല. ക്യാമറ ഒന്നങ്ങോട്ട് തിരിച്ചേ. ഇത്തവണത്തെ സമ്മർ വെക്കേഷൻ ഞങ്ങളുടെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനിലേക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതിരാവിലെയായിരുന്നു നമുക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പൊ നേരത്തെ തന്നെ എയർപോർട്ടിലെത്തി ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കയറി കേട്ടോ. ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ഫ്ലൈറ്റ് എടുക്കാൻ കുറച്ച് ലേറ്റായി. ഒരു 1.5 മണിക്കൂർ വൈകിട്ടാണ് നമ്മൾ പാരീസിൽ എത്തിയത് കേട്ടോ. അവിടെ എത്തിയതിനു ശേഷം നമ്മൾ നേരെ ഹോട്ടലിലേക്കാണ് കേട്ടോ പോയത്. കാരണം നമ്മൾ ടൗണിലല്ല ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, കുറച്ച് ദൂരെയായിരുന്നു. അപ്പൊ ലഗേജ് ഒക്കെ വെച്ച് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ടൗണിലേക്ക് വരാന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. നല്ല നീറ്റായിട്ടുള്ള ചെറിയൊരു റൂമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് 3 പേർക്ക് ഇത് ധാരാളമാണ്. സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെറിയൊരു കിച്ചണും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുകയൊക്കെ ചെയ്യാലോ. ലഗേജ് ഒക്കെ അവിടെ വെച്ചതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. ഹോട്ടലിനടുത്ത് തന്നെ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. ബിരിയാണി കഴിച്ചോ? നോർത്ത് ഇന്ത്യൻ ബിരിയാണിയാണ്. നമ്മുടെ തക്കാളി ചോറ് ചുറ്റട്ട പോലെ. ഇത്തവണ നമ്മൾ വരുമ്പോൾ സ്ട്രോളർ എടുത്തില്ല കേട്ടോ. അതിന് മെയിൻ റീസൺ ഇതാണ്. ഇവിടെ മെട്രോ സ്റ്റേഷനൊക്കെ ഭയങ്കര പഴയതാണ്. ഒരുപാട് സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനൊക്കെ ഉണ്ട്. അപ്പൊ അത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ സ്ട്രോളർ എടുക്കാതിരുന്നത് കേട്ടോ. പിന്നെ നമ്മളിവിടെ കൂടുതലും പബ്ലിക് ട്രാൻസ്പോർട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പോഞ്ചോർ എന്ന് പറഞ്ഞ ആപ്പ് വഴിയായിരുന്നു നമ്മൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മെട്രോ ട്രെയിൻ ടിക്കറ്റിന് 2.5 യൂറോ ആണ് കേട്ടോ റേറ്റ് വരുന്നത്. അത് ഏകദേശം 80 മിനിറ്റ് വാലിഡ് ആണ്. പിന്നെ നാവിഗോ ഡേ പാസ് ആണെങ്കിൽ 12 യൂറോ വരും കേട്ടോ. നമ്മൾ അധികവും ഡേ പാസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ആപ്പ് iOS-ലും ആൻഡ്രോയിഡിലും അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ പാരീസിന്റെ ഹൃദയഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ ഡെസ്റ്റിനേഷനും കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ലവ് ലോക്ക് ബ്രിഡ്ജിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. കമിതാക്കൾക്കായിട്ടൊരു പാലം, പാരീസിലെ ലവ് ലോക്ക് ബ്രിഡ്ജ്. അതായത് കമിതാക്കൾ ഇവിടെ വന്നിട്ട് ഈ പാലത്തിന്റെ മുകളിൽ ഒരു ലോക്ക് ചെയ്തിട്ട് ആ കീ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അവർ ജീവിതത്തിൽ പിരിയില്ല എന്നായിരുന്നു കേട്ടോ വിശ്വാസം. പക്ഷെ അത് ഈ ലോക്ക് ഇങ്ങനെ കൂടിക്കൂടി വന്നിട്ട് അത് ഈ പാലത്തിന്റെ ഉറപ്പിന് ഭീഷണിയായപ്പോ ഗവൺമെന്റ് 2015 അത് നിരോധിച്ചു. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ ഇങ്ങനെ ആരും ലോക്ക് ഒന്നും ചെയ്യാറില്ല കേട്ടോ. പക്ഷെ ലവേഴ്സും അതുപോലെ തന്നെ കപ്പിൾസും ഫാമിലീസും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ഇപ്പോഴും ഈ ബ്രിഡ്ജ് കാണാനായിട്ട് വരുന്നുണ്ട്. ലവ് ലോക്ക് ബ്രിഡ്ജിന് അടുത്ത് തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡി ഫ്രാൻസ് വരുന്നത്. 1795 സ്ഥാപിതമായിട്ടുള്ള ഫ്രഞ്ച് ലേൺ സൊസൈറ്റിയാണിത്. എന്തായാലും ലവ് ലോക്ക് ബ്രിഡ്ജിന്റെ മുകളിൽ വന്നല്ലേ, നമുക്കൊരു സെൽഫി എടുക്കണ്ടേ സുജിയേട്ടാ? വിത്ത് കിച്ചു സെൽഫി എടുക്കുന്ന ടൈം. പാലത്തിന് മുകളില് ലോക്ക് വെക്കുന്നത് ഗവൺമെന്റ് ഇപ്പൊ നിരോധിച്ചതിന് ശേഷം ഇപ്പൊ സിംബോളിക് ആയിട്ട് ഇതിന്റെ മുകളിലാണ് കേട്ടോ ലോക്ക് വെക്കുന്നത്. നമുക്ക് ഇതുപോലത്തെ ഒരു ലോക്ക് വേണ്ടേ സുജിയേട്ടാ? 25 ഇത് ലേറ്റസ്റ്റ് ആണല്ലോ. 2025 ജൂൺ 6 ജൂണിലാണ് കേട്ടോ. അങ്ങനെ ലവ് ലോക്ക് ബ്രിഡ്ജിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ എത്തിയത് പാരീസിലെ തന്നെ ഒരു ഐക്കണിക് പ്ലേസിലേക്കാണ് കേട്ടോ. അടുത്തത് പാരീസിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട, ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു മ്യൂസിയത്തിലേക്കാണ്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. 12-ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് രാജാവായിരുന്ന ഫിലിപ്പ് രണ്ടാമൻ പാരീസിനെ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കാനായിട്ട് കോട്ടയായിട്ടായിരുന്നു ഇത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് 16-ാം നൂറ്റാണ്ടിൽ ഇതൊരു രാജകീയ കൊട്ടാരാക്കി മാറ്റുകയാണ് ചെയ്തത്. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം 1793-ലാണ് ലോവർ മ്യൂസിയം ജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. ഇന്ന് ഈ മ്യൂസിയം ഈ കൊട്ടാരം മുഴുവൻ വ്യാപിച്ചു കിടക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആർട്ട് മ്യൂസിയവും ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ് ആയിട്ടുള്ള ലൂവർ മ്യൂസിയത്തിന് മുമ്പിലാണ് കേട്ടോ നമ്മളിപ്പോ നിൽക്കുന്നത്. ലോക പ്രശസ്തമായിട്ടുള്ള മൊണാലിസ പെയിന്റിംഗ് ഒക്കെ ഉള്ളത് ഇതിനകത്താണ്. അത് മാത്രല്ല, ഈ മ്യൂസിയത്തിനകത്തെ ആർട്ട് വർക്ക് കാണാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്നൊരു ദിവസം മതിയാവില്ല കേട്ടോ. അത്ര അധികം ആർട്ട് വർക്ക് ഈ മ്യൂസിയത്തിന് അകത്തുണ്ട്.
അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല. ക്യൂ നിൽക്കാൻ വയ്യ, അതുകൊണ്ട് നമ്മള് മ്യൂസിയത്തിനകത്തെ കാഴ്ചകൾ നമ്മൾ സ്കിപ്പ് ചെയ്യാണ് കേട്ടോ. ഇനി എപ്പോഴെങ്കിലും നമുക്ക് പാരീസിലേക്ക് വരാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലോവർ മ്യൂസിയത്തിനകത്ത് നമ്മൾ കാണുന്നതായിരിക്കും. അപ്പൊ പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് നമ്മൾ നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് വെച്ച് പിടിച്ചു. 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പാരീസിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള പബ്ലിക് ക്ലോക്കിന് മുമ്പിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഫ്രഞ്ച് രാജാവായിരുന്ന ചാൾസ് അഞ്ചാമന്റെ കാലത്ത് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ക്ലോക്ക് ആണ് കേട്ടോ എന്റെ പുറകിൽ കാണുന്നത്. ചരിത്രപ്രധാനമായിട്ട് ഈ ക്ലോക്കിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഈ കെട്ടിടം ജയിലായിട്ടായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നും ഈ ക്ലോക്ക് കാണാനായിട്ട് ഒട്ടനവധി ആൾക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇന്നത്തെ നമ്മുടെ പ്ലാനിങ് കംപ്ലീറ്റ് തെറ്റിട്ടോ. അതെ, കിച്ചു ഉറങ്ങിപ്പോയി. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് നമുക്ക് കാലത്ത് നേരത്തെ ഒന്ന് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് അവൻ ക്ഷീണിച്ച് ഉറങ്ങിപ്പോയിട്ടോ. അത് കാരണം നമ്മൾ ഇനി റൂമിലേക്ക് തിരിച്ചു പോവാണ്. അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും കാഴ്ചകൾ കാണാൻ പറ്റുമെങ്കിൽ അതും കൂടെ കണ്ടിട്ടാവും കേട്ടോ റൂമിലേക്ക് പോകുന്നുണ്ടാവും. റൂമിലേക്ക് പോകുന്ന വഴിക്കാണ് നോത്രഡാം കത്തീഡ്രൽ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ അവിടെ കൂടെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രാൻസിന്റെ ആത്മാവും കലയുടെ മഹത്തായ സൃഷ്ടിയും വിശ്വാസത്തിന്റെ പ്രതീകമാണ് നോത്രഡാം കത്തീഡ്രൽ. ലോക പ്രസിദ്ധമായിട്ടുള്ള ഗോതിക് ശൈലിയിൽ നിർമ്മിച്ചൊരു വലിയ കത്തീഡ്രലാണ് ഇത് കേട്ടോ. ഇന്നെന്തായാലും നമ്മൾ കൂടുതൽ കത്തീഡ്രലിന്റെ കാഴ്ചകളിലേക്ക് കടക്കുന്നില്ല, കാരണം നമ്മൾ അടുത്ത ദിവസം ഇവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ ചെന്ന സമയത്തും അവിടെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ അധിക സമയം അവിടെ നിന്നില്ല, പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു കേട്ടോ. പാരീസിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുത്ത് ബോട്ടിൽ വാട്ടർ മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാ ജംഗ്ഷനുകളിലും ഇതുപോലുള്ള ഒരു പൈപ്പ് ഉണ്ടായിരിക്കും. ഇത് ഡ്രിങ്കിങ് വാട്ടർ ആണ് കേട്ടോ. നമ്മുടെ കയ്യിൽ നമ്മുടെ വാട്ടർ ബോട്ടിൽ മാത്രം ഉണ്ടായാൽ മതി. പാരീസിലെത്തിയിട്ട് 2 ദിവസം കഴിഞ്ഞു. ആറ്റ് നോറ്റിട്ട് ഐഫിൽ ടവർ കാണാൻ വന്നപ്പോഴുള്ള അവസ്ഥ നോക്കി. വൈകുന്നേരമായിട്ടും തിരക്കോട് തിരക്കാ. സമ്മർ ആയതുകൊണ്ടാണ് കേട്ടോ ഇത്ര ലേറ്റ് പോകുന്നത്. ശരിക്കും രാത്രി 8 മണി കഴിഞ്ഞിട്ടുണ്ട്. ഈ കൂടിയിരിക്കുന്നവരെല്ലാം തന്നെ ഈഫിൽ ടവറിന്റെ നൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ സൺലൈറ്റ് പോകാതെ എങ്ങനെയല്ലേ. ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമായിരുന്നു ഈഫിൽ ടവർ കാണണം എന്നുള്ളത്. അപ്പോൾ കുറച്ചധികം സമയം ഈഫിൽ ടവറിന് അങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ അടുത്തൊരു സ്ഥലത്തേക്ക് പോയി. ആ ഒരു ഏരിയ മുഴുവൻ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം കണ്ട റെസ്റ്റോറൻറ്റ് തന്നെ ഫുഡ് കഴിച്ച് നമ്മൾ ഇറങ്ങി കേട്ടോ. അവിടെ നമ്മൾ നേരെ പോയത് ആർട്ട് ട്രയംഫ് കാണാനായിട്ടായിരുന്നു കേട്ടോ. രാത്രി സമയത്ത് ലൈറ്റ് ഒക്കെ ഇട്ട് അതിങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. രാത്രി ആയതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അധിക സമയം നമ്മൾ അവിടെ നിന്നില്ല കേട്ടോ. പിന്നെ ഇന്നത്തെ യാത്ര കൊണ്ടും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ റൂമിലേക്ക് തിരിച്ചു പോന്നു കേട്ടോ. പാരീസിലെ നമ്മുടെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. പാരീസിന്റെ രാത്രികാല ജീവിതങ്ങളും തെരുവോര കാഴ്ചകളും അതിമനോഹരമായിട്ട് ഒരുക്കിയിട്ടുള്ള ഷോപ്പിംഗ് മാളുകളും അതുപോലെ തന്നെ കവേർഡ് പാസേജുകളും മൗലിൻ റോജിൻ്റെ ഒക്കെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ. പിന്നെ പാരീസിൽ വന്ന് നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ള ഫുഡ്സിൻ്റെയും ഒക്കെ കാഴ്ചകളായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒപ്പേറ ഹൗസും അതുപോലെ അലക്സാണ്ടർ ബ്രിഡ്ജിൻ്റെ ഒക്കെ കാഴ്ചകൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ചച്ച ബൈ, സീ യു. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.